welcome back to Zala Learning. It's me, Sribhama SB. Hi, മക്കളെ എല്ലാവരും അടിപൊളിയായിട്ട് ഉഷാറായിട്ടിരിക്കുന്നോ? അപ്പോൾ ഈ ഒരു വർഷം അടിച്ചു പൊളിച്ച് നിങ്ങൾ കുറേ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ബേസിക് സയൻസിൽ ഏറ്റവും അധികം നിങ്ങൾക്ക് ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. എക്സാമിനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പത്തെ വർഷങ്ങളിലൊക്കെ നിങ്ങൾ പഠിച്ച ടോപ്പിക് തന്നെയാണെന്ന് വെച്ചാൽ സിലബസ് മാറിയെങ്കിലും ആ ടെക്സ്റ്റ് ബുക്കിൽ അതുപോലെയുള്ള ടോപ്പിക്കാണിത്. കാരണം അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുമാണ്. നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ള ഒരു ടോപ്പിക്കുമാണ് ഇന്ന് മിസ് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏത് ചാപ്റ്ററിലെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റയല്ല ഒരു ജീവിയും, ദ ചെയിൻ ഓഫ് ലൈഫ് എന്നൊരു അടിപൊളി ചാപ്റ്റർ. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എൻ്റെ മക്കൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക് തന്നെയാണ് മിസ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമുക്കറിയാം, നമ്മുടെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സസ്യങ്ങളുണ്ട് അല്ലേ? ഒരുപാട് മക്കൾക്ക് ഇഷ്ടമായിരിക്കും സസ്യങ്ങൾ വളർത്താൻ ഇഷ്ടമായിരിക്കും. ചിലർക്ക് വീട്ടിൽ വളർത്തുന്ന ഗാർഡൻ ഉണ്ടായിരിക്കും, സ്വന്തമായിട്ട് കുറേ ചെടികൾ വളർത്താൻ ആഗ്രഹമുള്ളവരുണ്ട്, കൃഷി ചെയ്യാൻ ഇഷ്ടമുള്ളവരുണ്ട്. അങ്ങനെ നമുക്ക് നമ്മുടെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സസ്യങ്ങൾ കാണാൻ പറ്റും. കുഞ്ഞു കുഞ്ഞു ചെടികൾ തുടങ്ങി വലിയതായിട്ടുള്ള മരങ്ങൾ വരെ നമുക്ക് കാണാൻ പറ്റും. അപ്പം നമ്മൾ ചോദിക്കട്ടെ, അപ്പം നമുക്ക് വിശക്കുന്ന സമയത്ത് നമ്മൾ നൈസായിട്ട് എന്ത് ചെയ്യും? വേഗം പോയിട്ട് ഫുഡ് അടുക്കളയിൽ പോയിട്ട് അമ്മ ഉണ്ടാക്കിയ ഫുഡൊക്കെ എടുത്ത് കഴിക്കും അല്ലേ? പക്ഷെ സസ്യങ്ങൾക്ക് ആഹാരം ലഭിക്കുന്നത് എവിടെയാണെന്ന മക്കളെ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? അപ്പോൾ where do plants get their food from? സസ്യങ്ങൾക്ക് ആഹാരം ലഭിക്കുന്നത് എവിടെ നിന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും ആൻസർ ചെയ്യുക? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. കാരണം ഹയർ ക്ലാസ്സിൽ പോകുമ്പോഴും നിങ്ങൾക്ക് ഉപകാരം വരും, എക്സാമിനും ഉപകാരം വരും. സോ ഇതിൻ്റെ ആൻസർ ആണ് നമ്മുടെ ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്. എന്താ പ്രകാശ സംശ്ലേഷണം എന്നറിയോ? സസ്യങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ അവർക്ക് ഫുഡ് വേണം അല്ലേ? അവരും നമ്മളെപ്പോലെ എന്താണ് ശ്വസിക്കുകയും അതുപോലെ ഫുഡ് കഴിക്കാനൊക്കെ എന്താണ് ഫുഡ് ഉണ്ടാക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളാണ്. സോ അതുകൊണ്ട് ഇലകളിൽ വെച്ചിട്ടാണ് ഇവർ ആഹാരം പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഇലകളിൽ വെച്ചിട്ട് ആഹാരം പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണ് നമ്മുടെ സസ്യങ്ങൾ. അതിന് കുറച്ച് കാര്യം കൂടെ വേണം. ഫസ്റ്റ് വേണ്ടത് നമ്മളെപ്പോലെ തന്നെ വെള്ളം വേണം. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കണ്ടേ? ദാഹം വരും. അതുപോലെ സസ്യങ്ങളുടെ കേസിൽ അവർ വേരുകളിലൂടെ വെള്ളം ആദ്യം വലിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ വാട്ടർ ആൻഡ് മിനറൽസ് നമ്മുടെ റൂട്ടിൽ നിന്ന് വലിച്ചെടുക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഇലകളിലെ ചെറിയ സുഷിരങ്ങളിലൂടെ അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന വാതകവും അവർ വലിച്ചെടുക്കുന്നുണ്ട്. CO2 കാർബൺ ഡൈ ഓക്സൈഡ് ഇലകൾ എന്ത് ചെയ്യുന്നു? അറ്റ്മോസ്ഫിയറിൽ നിന്ന് വലിച്ചെടുക്കുന്നു. സോ താഴെ നിന്ന് വെള്ളം വലിച്ചെടുത്തു, അറ്റ്മോസ്ഫിയറിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുത്തു. ഇനി എന്തൊക്കെയാണ് വേണ്ടത്? എന്നിട്ട് അവർ ഇലകളിൽ വെച്ചിട്ട് ആഹാരം നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രകാശ സംശ്ലേഷണം അഥവാ ഫോട്ടോസിന്തസിസ് എന്ന് നമ്മൾ പറയും. അപ്പോൾ ഇതിൽ വേറെയും കുറച്ച് കാര്യം കൂടെ ആവശ്യമുണ്ട്. അതാണ് ഇലകൾക്ക് പച്ച കളർ കൊടുക്കുന്ന ഒരാളുണ്ടല്ലേ. എന്തുകൊണ്ടാണ് നമ്മുടെ ഇലകളൊക്കെ മെജോറിറ്റി പച്ച കളറിൽ കാണുന്നത്? ബിക്കോസ് ഓഫ് ക്ലോറോഫിൽ, ഹരിതകത്തിന്റെ പ്രസൻസ് ഉള്ളതുകൊണ്ടാണ്. സോ ഹരിതകം എന്ന് പറഞ്ഞ വസ്തുവും അതുപോലെ സൂര്യപ്രകാശം ഇല്ലെങ്കിൽ ഈ പരിപാടി ഒന്നും നടക്കില്ല കേട്ടോ. സൂര്യപ്രകാശമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എസെൻഷ്യൽ ആയിട്ട് വേണ്ട കാര്യം. സോ സൺലൈറ്റിൻ്റെയും പ്രസൻസ് അതിന് ഇമ്പോർട്ടൻ്റാണ്. സോ സൺലൈറ്റ് വേണം, സൂര്യപ്രകാശം വേണം, അതുപോലെ അവർ കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ്മോസ്ഫിയറിൽ നിന്ന് വലിച്ചെടുക്കുന്നു, അത് വേണം. കൂടാണ്ട് ജലവും ലവണവും വേണം, ഹരിതകത്തിന്റെ പ്രസൻസ് വേണം. ഇത്രയും സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഇലകളിൽ വെച്ചിട്ട് അവർ സ്വന്തമായിട്ട് ആഹാരം പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ആ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നു. അപ്പോൾ പ്രകാശ സംശ്ലേഷണമായിട്ട് അവർ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റിൻ്റെ പേരെന്താണെന്നറിയോ? അതാണ് ഗ്ലൂക്കോസ്. ഓക്കെ, നമ്മളിപ്പോൾ ഫുഡ് ഉണ്ടാക്കില്ലേ, നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോൾ എന്താ? നമ്മൾ ചിക്കനും കാര്യങ്ങളൊക്കെ റെഡിയാക്കി സെറ്റാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ആക്കി റെഡി ആയിട്ട് ഉണ്ടാക്കുന്നത് പോലെ അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റാണ് ബിരിയാണി. അതുപോലെ ഇവിടെ കിട്ടുന്ന പ്രൊഡക്റ്റാണ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. അത് നിങ്ങളൊന്ന് ജസ്റ്റ് ആലോചിച്ച് വയ്ക്കാം. അങ്ങനെ പ്രകാശ സംശ്ലേഷണ സമയത്ത് ഉണ്ടാകുന്ന ഗ്ലൂക്കോസ് പിന്നീട് അവർ അന്നജം സ്റ്റാർച്ച് ആക്കിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കൺസേർവ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചക്ക സീസൺ കഴിയുന്ന സമയത്ത്, അതിന് മുമ്പേ തന്നെ നമ്മൾ എന്ത് ചെയ്യും? സീസൺ ഇല്ലാത്ത സമയത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് വരട്ടിയിട്ടും അപ്പം ആക്കിയിട്ടൊക്കെ എടുത്ത് വെക്കില്ലേ? അതുപോലെ സ്റ്റാർച്ച് ആയിട്ട് അന്നജമായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യുന്നുണ്ട്. എന്തിൽ ചെയ്യുന്നുണ്ടടാ? നമ്മുടെ ഫോട്ടോസിന്തസിസിൽ അവർ ചെയ്യുന്നുണ്ട്. ഗ്ലൂക്കോസിനെ അന്നജാക്കി മാറ്റുന്നുണ്ട്. ആ ഒരു പ്രോസസ്സും ഇങ്ങനെയുള്ള കാര്യങ്ങളും നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. അതുപോലെ സ്വന്തമായിട്ട് ആഹാരം പ്രിപ്പയർ ചെയ്യുന്ന ആളുകളായതുകൊണ്ട് അവരെ സ്വപോഷികൾ എന്ന് വിളിക്കുന്നുണ്ട്. എന്ത് പറയുന്നു? സ്വപോഷികൾ അഥവാ ഓട്ടോട്രോപ്സ് എന്ന് നമ്മൾ പറയുന്നു. സോ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഫോട്ടോസിന്തസിസിന് മെയിൻ ആയിട്ട് വേണ്ട കാര്യം വാട്ടർ. ഫസ്റ്റ് വൺ ഈസ് വാട്ടർ. വാട്ടർ അബ്സോർബ്ഡ് ത്രൂ റൂട്ട്സ്. റൂട്ട്സിലൂടെ വാട്ടർ അബ്സോർബ് ചെയ്യുന്നു. ആൻഡ് ദ വാട്ടർ കണ്ടെയ്ൻ വേരിയസ് മിനറൽസ്. പ്ലാന്റ്സ് ഓൾസോ അബ്സോർബ് കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം അറ്റ്മോസ്ഫിയർ അല്ലേ? അറ്റ്മോസ്ഫിയറിൽ നിന്ന് അവർ കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുക്കുന്നുണ്ട്. അത് രണ്ടാമത് വേണ്ട പോയിന്റ്. ആൻഡ് ഓൾ ദീസ് ഡൺ ബൈ പ്രിപ്പയറിംഗ് ഫുഡ്. ദ പ്രിപ്പറേഷൻ ഓഫ് ഫുഡ് ടേക്ക് പ്ലേസ് ത്രൂ ദ ലീവ്സ്. ഇലകളിൽ വെച്ചിട്ടാണ് നടക്കുന്നത്, ലീഫിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ദ പ്രോസസ് ഈസ് നോൺ ആസ് ഫോട്ടോസിന്തസിസ്. ആൻഡ് സൺലൈറ്റ്
sunlight is very essential for that, and also chlorophyll is also essential for that. ഇതെല്ലാം സൺലൈറ്റും ക്ലോറോഫിൽ ഒക്കെ എസെൻഷ്യൽ ആയിട്ട് വേണ്ട കാര്യങ്ങളാണ് ഫോട്ടോസിന്തസിസിന്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫോട്ടോസിന്തസിസ്. അതുപോലെ സ്വന്തമായിട്ട് ആഹാരം പ്രിപ്പയർ ചെയ്യുന്നത്, ദേ ആർ പ്രിപ്പയറിങ് ദെയർ ഓൺ ഫുഡ് അല്ലേ, അവർ സ്വന്തമായിട്ട് ദെയർ ഓൺ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട് അവരെ ഓട്ടോട്രോപ്സ് എന്ന് നമ്മൾ വിളിക്കുന്നു. ക്ലിയർ അല്ലേ, സെറ്റ് അല്ലേ? അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞത്? ആകെ വേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഈ ഫ്ലോ ചാർട്ട് അങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാം ആയി. ഇതാ കാർബൺ ഡൈ ഓക്സൈഡ് വേണം, നമ്മൾ വലിച്ചെടുത്തോ. ജലം നമ്മൾ വേരിൽ നിന്ന് വലിച്ചെടുത്തോ. ആൻഡ് സൂര്യപ്രകാശവും ഹരിതകത്തിൻ്റെ പ്രസൻസും രണ്ടും വേണം. അങ്ങനെ നമ്മൾ ഗ്ലൂക്കോസും അതുപോലെ അത് കഴിഞ്ഞിട്ട് അവർ പുറത്ത് വിടുന്നതാണ് നമ്മുടെ ഓക്സിജൻ. നമ്മൾ ശ്വസിക്കുന്നില്ലേടാ മക്കളെ, നമ്മൾ നന്നായിട്ട് ശ്വസിച്ച് നോക്കിയതാ, നീട്ടി വലിച്ചോ ഓക്സിജൻ. അപ്പോൾ ഈ ഓക്സിജൻ കിട്ടുന്നത് പ്ലാന്റ്സ് എന്ത് ചെയ്തിട്ടാണ്? അതാ ഇതുപോലെ ഫോട്ടോസിന്തസിസ് കാര്യങ്ങൾ കഴിഞ്ഞാൽ പുറത്ത് വിടുന്ന വാതകമാണ് ഓക്സിജൻ എന്ന് പറയുന്നത്. അവർക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടത് കാർബൺ ഡൈ ഓക്സൈഡും പുറത്തോട്ട് വിടുന്നത് ഓക്സിജനുമാണ് എന്നുള്ളതും ജസ്റ്റ് നിങ്ങളൊന്ന് റിമൈൻഡ് ചെയ്യാം. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ്, ജലം, ലവണങ്ങൾ എന്നിവ ഉപയോഗിച്ച് സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്നു. സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജ്ജമാണ് ഇതിന് ഉപയോഗപ്പെടുത്തുന്നത്. സൂര്യപ്രകാശം ഇമ്പോർട്ടൻ്റ് നമ്മൾ പറഞ്ഞല്ലോ, അതിനെ ഫോട്ടോസിന്തസിസ് എന്നറിയപ്പെടുന്നു. ആൻഡ് ക്ലോറോഫിൽ ഹരിതകത്തിൻ്റെ പ്രസൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഓക്സിജൻ അവർ പുറത്ത് വിടുന്നുണ്ട് എന്നുള്ളതും നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അപ്പോൾ പ്ലാന്റ്സ് മേക്ക് ഫുഡ് യൂസിങ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ, ആൻഡ് ഫോർ ദിസ് യൂസ് എനർജി ഫ്രം ദ സൺലൈറ്റ്. So the activity is known as photosynthesis. Chlorophyll is a pigment that leaves that help the plants to produce food. Oxygen is also produced. ഓക്കെ അല്ലേ? അപ്പോൾ എങ്ങനെയാണ് സസ്യം ആഹാരം നിർമ്മിക്കുന്നത്? നമ്മൾ ആഹാരം നിർമ്മിക്കുന്നത് പോലെ ആണോ സസ്യങ്ങളാക്കുന്നത്? അല്ല, നമുക്കപ്പോൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആണെന്ന് മനസ്സിലായല്ലേ? അപ്പോൾ എങ്ങനെയാണ് പ്ലാന്റ്സ് ഫുഡ് വെക്കുന്നത്, എന്താണ് ഫുഡ് ഉണ്ടാക്കുന്ന പ്രോസസ്സിൻ്റെ പേര് എന്നുള്ളത് എൻ്റെ മക്കൾ ഷുവർ ആയിട്ടും പഠിച്ചോ? ഇമ്പോർട്ടൻ്റ് ആയ പോർഷനാണ്. സോ ഇത്രയൊക്കെയാണ് ഇന്ന് മിസ്സിന് പറയാനുള്ളത്. ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇനിയും ഒരുപാട് ടോപ്പിക് ഉണ്ട്, അതുമായിട്ട് അടുത്ത വീഡിയോ കാണാം. സോ ദാറ്റ് ബൈ, സീ യു ഡിയേഴ്സ്, ബൈ.